നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു കസ്റ്റമേഴ്സിന് ഒരു അവയർനെസ് ഉണ്ടായിരിക്കുക, ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അവയർനെസ് കൊടുക്കുക, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നതിനെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. പിന്നെന്താണ് പറയുന്നത്, പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെന്റ്, നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് എൻവയോൺമെന്റ് അല്ലേ, അങ്ങനെയായിരിക്കണം. ഒരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി, എക്കോ ഫ്രണ്ട്ലി ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കുക. അതേപോലെ തന്നെ എന്താണ്, നമ്മളെ റിസോഴ്സസിനെയൊക്കെ ഏറ്റവും നല്ല രീതിക്ക് യൂസ് ചെയ്യുക എന്നുള്ള അതൊരു സോഷ്യൽ ഒബ്ജക്റ്റീവാണ്. പിന്നെ എന്താണ് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്, തേർഡ് ഒബ്ജക്റ്റീവാണ് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്. ഹ്യൂമൻ ഒബ്ജക്റ്റീവ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ബിസിനസ് പ്രൈമർലി റെഫേർസ് ടു ദ ഒബ്ജക്റ്റീവ്സ് എയിംഡ് അറ്റ് സേഫ് ഗാർഡിങ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ദയർ വെൽഫെയർ. അതായത് ബിസിനസ്സിലെ എംപ്ലോയീസിൻ്റെ വെൽഫെയറും അവരെ സേഫ്റ്റിയാണ് ഈ ഹ്യൂമൻ ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെന്താ വരിക, പ്രൊവൈഡിങ് ഫെയർ റെമ്യൂണറേഷൻ ആൻഡ് ഇൻസെൻറ്റീവ് ടു ദ എംപ്ലോയീസ്, എംപ്ലോയീസിന് ഫെയർ ആയിട്ടുള്ള സാലറി പാക്കേജ് കൊടുക്കുക, അവരെ റെമ്യൂണറേഷൻ കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ. പിന്നെന്താണ് അറേഞ്ച്മെൻറ്റ് ഓഫ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് അല്ലേ, അവരെ വർക്കിംഗ് കണ്ടീഷൻസ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ എന്താണ് ആൻഡ് പേപ്പർ വർക്ക് എൻവയോൺമെൻറ്റ് ഫോർ ദ എംപ്ലോയീസ് അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം, അതായത് അവർക്ക് ഒരു നല്ല അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ദെൻ പ്രൊവൈഡിങ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ബൈ മേക്കിംഗ് ദ ജോബ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ചലഞ്ചിങ്, പുട്ടിംഗ് ദ റൈറ്റ് പേഴ്സൺസ് ടു ദ റൈറ്റ് ജോബ് അല്ലേ, അവരെ എന്താ പറയുക ഏറ്റവും നല്ല രീതിക്ക് റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ജോബിലേക്ക് അവരെ എന്താ പറയുക അക്വയർ ചെയ്യുക, അതായത് പ്ലേസ് ചെയ്യുക, നല്ല കറക്റ്റ് ആളെ കറക്റ്റ് ജോലിക്ക് സ്കില്ലായിട്ടുള്ള ആളെ പ്ലേസ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യുക, ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുക. ചിലർ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരെ നമ്മൾ അണ്ടർ ഏറ്റവും ഒരു ലോ ലെവലിൽ കൊണ്ടുപോയി വർക്ക് ചെയ്യിക്കുമ്പോൾ അവർക്ക് അതൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? ഇല്ല. അപ്പോൾ അവർക്ക് അവരുടെ റൈറ്റ് ജോബിന് റൈറ്റ് ആയിട്ടുള്ള ആളെ കറക്റ്റ് സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്യുക എന്നുള്ളത് ഹ്യൂമൻ ഒബ്ജക്റ്റീവിൽ വരുന്ന കാര്യമാണ്. പ്രൊവൈഡിങ് ദ എംപ്ലോയീസ് വിത്ത് മോർ ആൻഡ് മോർ പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക അവർക്ക്. അതേപോലെ പ്രൊവൈഡിങ് എംപ്ലോയി ടു ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് പീപ്പിൾ ഹു ആർ ഫിസിക്കലി ആൻഡ് മെൻ്റലി ചലഞ്ചഡ്. അതായത് ബാക്ക്വേർഡ് പീപ്പിൾസ്, ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് സൊസൈറ്റിയിൽ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആയിട്ടുള്ള ജനങ്ങൾക്കും, അതേപോലെ തന്നെ എന്തെങ്കിലും ഡിസേബിലിറ്റി ഫിസിക്കലി ആൻഡ് മെൻ്റലി മെൻ്റലി അല്ല ഫിസിക്കലി എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ ഉള്ള കുറച്ച് ജനങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ എന്ത് ചെയ്യുക, അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ജോബ് പ്രൊവൈഡ് ചെയ്യുക. അതുവഴി അവരെയും നമ്മൾ എന്താ പറയുക ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഹ്യൂമൻ ഒബ്ജക്റ്റീവിൽ വരുന്നത്. പിന്നെ ലാസ്റ്റ് വൺ എന്താണ്, ലാസ്റ്റ് മുന്നേ ഉള്ളത് എന്താണ്, നാഷണൽ ഒബ്ജക്റ്റീവ്സ്. ഫോർത്ത് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഒബ്ജക്റ്റീവ്. നാഷണൽ ഒബ്ജക്റ്റീവ്സിൽ എന്താണ്, ഫുൾഫില്ലിംഗ് ദ നാഷണൽ ഗോൾസ് ആൻഡ് ആസ്പിറേഷൻസ്, അതായത് നാഷണൽ ഗോൾസ് ഫുൾഫിൽ ചെയ്യാന്നുള്ളത് മൊത്തത്തിൽ. അപ്പോൾ അതിലെങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലേ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ നാഷണൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. ഒരു ബിസിനസ് വരുമ്പോൾ ധാരാളം പേർക്ക് അതിൽ എന്ത് ചെയ്യും, ജോലി കിട്ടും. നമ്മളൊരു ലൊക്കാലിറ്റിയിൽ അതല്ലാതെ നമുക്ക് കുറേ പേർക്ക് അതിൽ എന്ത് ചെയ്യും, ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പ്രൊമോഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, അതായത് നീതിപരമായിട്ട് ഓരോ തൊഴിലാളികൾക്കും എംപ്ലോയീസിന് എന്ത് ചെയ്യുക, പ്രൊമോഷൻ പ്രൊവൈഡ് ചെയ്യുക. ദെൻ produce and supply goods in accordance with the national interest and priorities. അതായത് ജനങ്ങളെ ഇഷ്ടത്തിനും അവരുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യും, അതിനെന്ത് ചെയ്യുക, സപ്ലൈ ചെയ്യുകയും ചെയ്യുക. ദെൻ പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ആൻഡ് അതർ ഡ്യൂസ് ഹോണസ്റ്റ്ലി ആൻഡ് റെഗുലർലി. ടാക്സ് വലിയ കമ്പനീസ് ആണെങ്കിൽ ടാക്സ് ഒക്കെ വരും, അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ കറക്റ്റായിട്ട് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുക. ഹോണസ്റ്റ് ആയിരിക്കുക, അതേപോലെ എന്താ ചെയ്യുക, ഹോണസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അതൊരു നാഷണൽ ഒബ്ജക്റ്റീവിൽ വരുന്ന കാര്യമാണ്. പിന്നെ എന്താണ്, ഇംപ്ലിമെൻറ്റിംഗ് ഗവൺമെൻറ് എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ പോളിസീസ് ഫാംഡ് ഫ്രം ടൈം ടു ടൈം. അതായത് ഗവൺമെൻറ് പോളിസീസും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു നാഷണൽ ഒബ്ജക്റ്റീവാണ്. ദെൻ ലാസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഒബ്ജക്റ്റീവ്. ഗ്ലോബൽ ഒബ്ജക്റ്റീവിൽ എന്താണ് പറയുന്നത്, these objectives of facing the challenges of global market, some of the അല്ലേ, ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ വരുന്ന ചലഞ്ചസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ ഗ്ലോബൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. എന്തൊക്കെ ചലഞ്ച് ആയിരിക്കും വരിക, മേക്കിംഗ് അവൈലബിൾ ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് നമ്മളെ ഗുഡ്സിന് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും, ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കും. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്രോഡക്റ്റിന് അതേ സിമിലർ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അത് ഹെൽത്തി കോമ്പറ്റീഷൻസ് എന്ത് ചെയ്യുക, കൊണ്ടുപോകുക എന്നുള്ളതാണ്. കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും, അത് ഹെൽത്ത് വൈസ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യാം. ദെൻ റെഡ്യൂസിങ് ഡിസ്പാരിറ്റീസ് അമംഗ് റിച്ച് ആൻഡ് പുവർ നേഷൻസ് അല്ലേ,
നമ്മളെ പ്രോഡക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡിസ്ക്രിമിനാലിറ്റി കൊണ്ടുവരാതിരിക്കുക. അതായത് പാവപ്പെട്ടവർക്കൊന്ന് പണക്കാർക്കൊന്ന് എന്നല്ല, നമ്മുടെ പ്രോഡക്റ്റ് എല്ലാവർക്കും റീച്ച് ചെയ്യുക. നമ്മളെ പ്രോഡക്റ്റോ സർവീസസോ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് എല്ലാവരിലേക്കും എത്തിക്കാം, എല്ലാവർക്കും ഒരുപോലെ യൂസ് ആവുക, എല്ലാവരെയും നമ്മൾ കൺസിഡർ ചെയ്യുക. അല്ലാതെ അതിലൊരു ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവന്നിട്ട് അതിലൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ബിസിനസ്സിൽ ഉണ്ടാവുന്നത്. നമ്മൾ 5 ഒബ്ജക്റ്റീവ്സ് നോക്കി. എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, പിന്നെന്താ ഒബ്ജക്റ്റീവ്സ്, ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ്, നാഷണൽ ഒബ്ജക്റ്റീവ്സ്, ദെൻ ലാസ്റ്റ് വൺ ഗ്ലോബൽ ഒബ്ജക്റ്റീവ്സ്. അതിലെന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഒന്ന് നോക്കി. ഓക്കെ, എന്താണ് റോൾ ഓഫ് പ്രോഫിറ്റ് ഇൻ ബിസിനസ്? ഒരു ബിസിനസ് നമ്മൾ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ പ്രോഫിറ്റ് മോട്ടീവാണ് അല്ലേ? അപ്പൊ എന്താണ് ആ പ്രോഫിറ്റ്? ബിസിനസ്സിലൊരു പ്രോഫിറ്റിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. എന്തിനാണ്? ഫസ്റ്റ് വൺ എന്താണ്? സർവൈവൽ അല്ലേ? ഒരു ബിസിനസ് സർവൈവ് ചെയ്ത് മുന്നോട്ടേക്ക് അതിന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? പ്രോഫിറ്റ് ഉണ്ടാവണം. അപ്പം മെയിൻ ഒരു റോൾ എന്ന് പറഞ്ഞാൽ സർവൈവൽ ആണ്. സെക്കൻഡ് വൺ എന്താണ്? ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഭാവിയിലേക്ക് അതിൻ്റെ വലിയ വലിയ ഗ്രോത്തും, ബിസിനസ്സിന് ഒരുപാട് സബ് ബിസിനസ് ഒക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രോഫിറ്റ് ഉണ്ടാവണം. ഇൻസെൻറ്റീവ് അല്ലെ? എംപ്ലോയീസിന് ഇൻസെൻറ്റീവ് പാക്കേജസ് കാര്യങ്ങളൊക്കെ, ഗുഡ് സാലറി, ഗുഡ് പാക്കേജസ്, ഇൻസെൻറ്റീവ്സ്, അലവൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം? നമ്മളെ ബിസിനസ്സിന് എന്തുണ്ടായിരിക്കണം? പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. ദെൻ പ്രസ്റ്റീജ്. പ്രസ്റ്റീജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഒരു നമ്മളെ ബിസിനസ്സിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ. ഓക്കെ, ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? പ്രസ്റ്റീജ് ഉണ്ടായിരിക്കണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കാം. അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. നമ്മളൊരു അൾട്ടിമേറ്റ് ഗോൾ ഉണ്ടാവും. ആ ഗോളിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മളെ ബിസിനസ്സിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പ്രോഫിറ്റ് എന്ത് ചെയ്യുക? ആവശ്യമുള്ള ഒരു സാധനമാണ്. ദെൻ മെഷർ ഓഫ് എഫിഷ്യൻസി മെഷർ ചെയ്യണമെങ്കിൽ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ടു ബിസിനസ്മാൻ. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അയാളുടെ റെഗുലർ കാര്യങ്ങൾ പോകണമെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പോകണമെങ്കിലും എന്തുണ്ടായിരിക്കണം? ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. അപ്പം നോർമൽ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് വായിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ്സ് ആണ്. അപ്പം അതാണ് ഒരു ബിസിനസ്സിൽ പ്രോഫിറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ നോക്കുന്നത് ബിസിനസ് റിസ്ക്. ബിസിനസ്സിൽ റിസ്കിനെ കുറിച്ചാണ്. ഓക്കെ, ബിസിനസ് റിസ്കിൽ എന്തൊക്കെ വരും? നാച്ചർ ഓഫ് ബിസിനസ് റിസ്ക് എന്തൊക്കെയാണ്? അൺസർട്ടനിറ്റി അല്ലേ? ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അൺസർട്ടൻ ആണ്. നമ്മളിപ്പം തുടങ്ങുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടും പ്രോഫിറ്റ് ഉണ്ടാക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മേ ബി ഇറ്റ് സക്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഫെയിലിയർ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺസർട്ടൻ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു റിസ്ക് ആണ് ബിസിനസ്സിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ റിസ്ക് അൺസർട്ടനിറ്റി ആണ്. ഞാൻ പ്രോഫിറ്റ് ആൻഡ് റിവാർഡ് ഓഫ് റിസ്ക് അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ഉണ്ടാവുക, അതിന് റിവാർഡ് കിട്ടുക, അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ആവുക എന്നൊക്കെ പറയുന്നത് നമ്മളെ ഒരു റിസ്കിൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻ കേസ് ആ ബിസിനസ് ഫെയിലിയർ ആവണമെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും മേക്കപ്പ് ചെയ്യാൻ ഒരു ബിസിനസ് എൻ്റർപ്രണർക്ക് എന്തായിരിക്കണം? വില്ലിങ് ആയിരിക്കണം. അപ്പം പ്രോഫിറ്റും അതിലൊരു റിസ്ക് ഫാക്ടറാണ്. ദെൻ ഡിഫിക്കൽട്ട് ടു മെഷർ അല്ലേ? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ, നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായിരിക്കും ബിസിനസ്സിൻ്റെ ഗ്രോത്ത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അപ്പം പിന്നെ എസെൻഷ്യൽ എലമെന്റ് ഓഫ് ബിസിനസ്സിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുക എന്നുള്ളതിൻ്റെയൊക്കെ എസെൻഷ്യാലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസ് ഒക്കെ അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതൊക്കെ എന്താണ്? അതിൽ വരുന്നൊരു റിസ്ക് ആണ്. ദെൻ വാരിയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റിസ്ക് അതായത് സൈസസ്, നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്, അതൊക്കെ ഒരു റിസ്ക് ആണ്. നമ്മുടെ ബിസിനസ്സിൻ്റെ നമ്മൾ തുടങ്ങുന്ന ലൊക്കാലിറ്റി അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിനെ മോഡിഫൈ ചെയ്യാന്നൊക്കെ ഉള്ളത് ഒരു റിസ്ക് ആണ്. അപ്പോൾ അത്രയും റിസ്ക് നോർമലി ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെ റിസ്ക് ഉണ്ടാവും നമുക്ക് ആലോചിക്കാൻ അറിയുന്നല്ലേ? അത്രയും റിസ്ക് ആണ് എന്തിലുള്ളത്? ഈ ബിസിനസ് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? കോസസ് ഓഫ് ബിസിനസ് റിസ്ക്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ബിസിനസ്സിൽ റിസ്ക് ഉണ്ടാവുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞത് നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക്, ഒരു ബിസിനസ്സിന് എന്തൊക്കെ നാച്ചുറലി എന്തൊക്കെ റിസ്ക് ഉണ്ടാവുന്നുള്ള. ദെൻ കോസസ് ഓഫ് ബിസിനസ് റിസ്ക്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു റിസ്ക് ഉണ്ടാവും? വേറെ റിസ്ക് ആണ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വണ്ണിന് നാച്ചുറൽ കോസസ് അല്ലേ? നമ്മൾ പറഞ്ഞു നമ്മളെ ബിസിനസ്സിൻ്റെ അറ്റ്മോസ്ഫിയർ, കണ്ടീഷൻസ്, ലൊക്കാലിറ്റി ഒക്കെ നോക്കിയിട്ടായിരിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നാച്ചുറൽ സപ്പോർട്ടാവാം, ചിലപ്പം നമുക്ക് സപ്പോർട്ടായി ചെയ്യണമെന്നില്ല. അപ്പോൾ അതിൽ വരുന്ന ഒരു റിസ്ക് വരുന്നത്. ദെൻ എക്കണോമിക് കോഴ്സസിൽ പറയുന്നത് അതിൻ്റെ ഫ്ലക്ച്വേഷൻ കാര്യങ്ങളിലൊക്കെ വരുന്ന റിസ്ക് വരുമ്പം നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ്സിൽ റിസ്ക് വരുന്നുണ്ട്.
ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചസ്, നാച്ചുറൽ ക്ലൈമറ്റ് ചേഞ്ചസ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത്രയും കാര്യങ്ങളിലൊക്കെയാണ് ബിസിനസ്സിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ബിസിനസ് എന്താണ്, ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതുപോലെ റിസ്ക്, ഒരു പ്രോഫിറ്റിൻ്റെ റോൾ എന്താണ്, അതിൽ റിസ്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയത്.